21 വയസ്സ് പ്രായമുള്ള യൂക്ക ടാക്കയോക്കനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്തിനാണ് ചെറുപ്പക്കാരിയായ ആ പെൺകുട്ടീനെ പോലീസ് അറസ്റ്റ് ചെയ്തത്? അങ്ങനെ എന്ത് തെറ്റാണ് ആ ഒരു പെൺകുട്ടി ചെയ്തത്? ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് ആളുകൾ അവളെ യാൻഡ്ര എന്നാണ് വിളിക്കുന്നത്. ജപ്പാനിലെ ടോക്കിയോയിലാണ് ഈ ഒരു കേസ് നടക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു കേസ് എന്താണെന്ന് നോക്കാം. ഈ പെൺകുട്ടിയുടെ പേര് യൂക്ക ടാക്കയോക്കെ എന്നാണ്. 1998 ജനുവരി 26 യൂക്കയുടെ ജനനം. യൂക്ക അവിടുത്തെ ഒരു ബാറിലെ മാനേജറായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ ഫീനിക്സ് ലൂണ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി പരിചയപ്പെട്ടു. അവൾക്ക് അവനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ലൂണ ഷിൻജുക്കിലെ ഒരു എംപ്ലോയി ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഷിൻജുക്കു എന്നത് അവിടുത്തെ ഒരു നൈറ്റ് ക്ലബ്ബാണ്. അവൻ അവിടുത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു എംപ്ലോയിയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഗേൾസൊക്കെ അവനെ വിലയ്ക്ക് വാങ്ങാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഡ്രിങ്ക്സ്, സിഗരറ്റ് ഇതെല്ലാം എത്തിച്ചു കൊടുക്കണം. പിന്നെ അവരുമായി നല്ലൊരു കോൺവെർസേഷൻ ഒക്കെ ചെയ്യണം. ഇതാണ് അവൻ്റെ ജോലി. ഇതൊക്കെ കൊണ്ട് യൂക്ക അവനെ ഡെയിലി ക്യാഷ് കൊടുത്ത് വാങ്ങാൻ തുടങ്ങി. കാരണം മറ്റുള്ള ഗേൾസ് അവനുമായി മിണ്ടുന്നത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. ആ പേരിൽ അവൾ കുറേ അധികം ക്യാഷാണ് അവന് വേണ്ടി മുടക്കിയത്. അവർ നൈറ്റ് ക്ലബിൻ്റെ പുറത്തേക്കും കമ്പനിയായി തുടങ്ങിയിരുന്നു. കോണ്ടാക്ട് നമ്പറൊക്കെ വാങ്ങിച്ചു. ഇതുകൊണ്ടൊക്കെ തന്നെ അവർ ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാലും യൂക്കയ്ക്ക് അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവനില്ലാത്ത സമയത്ത് അവൻ്റെ ഫോൺ എടുത്ത് അവൾ ചെക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ വരുന്ന ഏതെങ്കിലും ഗേൾസിനോട്, അതായത് ക്ലബ്ബിൽ വരുന്ന ഏതെങ്കിലും ഗേൾസിനോട് ഇവൻ മെസ്സേജ് അയക്കാറുണ്ടോ, കോണ്ടാക്റ്റ് ഉണ്ടോ, അങ്ങനത്തെ ഒരു രീതിയിൽ ചെക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ അവൾക്ക് അവനോട് ഭയങ്കര അധികം ജലസ് ഉണ്ടാവുകയാണ് ചെയ്തത്. പക്ഷെ ലൂണയുടെ ഭാഗത്ത് നിന്ന് അവളെ നോക്കിയാൽ പഞ്ചപാപം, നല്ലൊരു പെൺകുട്ടി. ലൂണ തന്നിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളൊരു ചിന്തകളായിരുന്നു അവളുടെ ഉള്ളിൽ. ഇതേ സമയത്ത് യൂക്ക അസൂയയുടെ അങ്ങറ്റം നിൽക്കുകയായിരുന്നു. ലൂണയുടെ ഫാമിലി നോക്കിയാൽ അവന് 5 സിബ്ലിങ്സ് ആണ് ഉള്ളത്. അമ്മയും അച്ഛനും സെപ്പറേറ്റഡ് ആണ്. അവൻ കുറേ അധികം ജോലികൾ നോക്കിയിരുന്നു. എന്നാൽ അവിടെ ഒന്നും ക്ലച്ച് പിടിച്ചിരുന്നില്ല. അങ്ങനെയാണ് അവൻ ഷിൻജുക്കുയിൽ ജോലി ചെയ്തത്. അവനവിടെ പച്ച പിടിച്ചു വരികയായിരുന്നു. അവൻ്റെ റാങ്ക് 4ാം സ്ഥാനമായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് യൂക്കനെ പരിചയപ്പെട്ടത്. അവൾ അവൻ്റെ പുറകേനെ മാറാൻ നടക്കുക. ഇതറിഞ്ഞ് അവൻ വലിയ രീതിയിൽ മൈൻഡും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. ഇവൾക്ക് കിട്ടുന്നതിൻ്റെ കൂടുതൽ കരുതൽ അവൻ മറ്റുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്നത് കണ്ട് അവൾക്ക് അവനോട് അധികം ദേഷ്യമുണ്ടായിരുന്നു. അത് അവൻ്റെ ജോലിയാണ്. അവൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് മാസം ഇവർ തമ്മിൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യൂക്ക അവനെ അവളുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വിളിച്ചു. ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണം, ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൾ ചെയ്തത്. അപ്പോൾ അവൻ ജോലി കഴിഞ്ഞ് അവളുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് എത്താമെന്ന് യൂക്കയോട് പറഞ്ഞു. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചാണ് അവൻ അങ്ങോട്ട് ചെന്നത്. വന്ന ഉടനെ അവൻ കയറി കിടന്നുറങ്ങി. യൂക്ക പറഞ്ഞു പോയി ഫ്രഷ് ആയിട്ട് വന്ന് കിടക്കാൻ. അവൻ കുളിക്കാൻ പോയ സമയത്ത് യൂക്ക അവൻ്റെ ഫോൺ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി, ഇവന് വേറെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ആ ഒരു ഫോണിനകത്ത് കുറേ ചാറ്റും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവൾ കണ്ടിരുന്നു. അവനങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്ന് ഉറങ്ങിയ സമയത്ത് പിന്നെ അവൻ എണീക്കുന്ന എന്തൊരു വേദനയൊക്കെ അനുഭവപ്പെട്ടിട്ടാണ് അവൻ എണീക്കുന്നത്. അവൻ പിന്നെ നോക്കിയപ്പോൾ വയറിൽ ഒരു കത്തി കുത്തി ഇറക്കിയിരിക്കുന്നതാണ് കണ്ടത്. യൂക്ക രണ്ടാമതൊന്നും ചിന്തിക്കാതെയാണ് അവൾ അങ്ങനെ ചെയ്തത്. അവളെ തള്ളി മാറ്റിയ ലൂണ ഓടി ലിഫ്റ്റിൽ കയറാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ധൃതിക്ക് ഏതൊക്കെ ബട്ടണിൽ പിടിച്ച് ഞെക്കി. എന്നാലും ഭാഗ്യത്തിൽ ലിഫ്റ്റ് അടഞ്ഞു. പിന്നീട് അവൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ ബോധം പോയി. അവൻ ആ ഫ്ലോറിൽ വീണു. പിന്നീട് യൂക്ക എങ്ങനെയൊക്കെ താഴെ വന്നതിന് ശേഷം അവൾ ചെയ്തത്, അവനവിടെ ബോധം കെട്ട് കിടക്കുമായിരുന്നു. അവൾ ചെയ്തത് വന്ന് അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് കൂട്ടുകാരനെ ഫോണിൽ വിളിച്ചിട്ട് അവൾ സിഗരറ്റും കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ പോയൊരു പാസഞ്ചർ അവളെ കാണുകയും നേരെ പോലീസിനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസ് ഇവളെ പിടിച്ചത്. യൂക്കയുടെ കാര്യം നോക്കി അവൾക്ക് ആനിമി ക്യാരക്ടറിനോടൊക്കെ ഭയങ്കര ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഇതുപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അവൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യാൻഡറെ എന്ന് പറഞ്ഞൊരു ആനിമി ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ പോലെയാണ് അവൾ ബിഹേവ് ചെയ്തിരുന്നത്. ലൂണയുടെ കാര്യം നോക്കുവാണെങ്കിൽ അവൻ മരിച്ചിട്ടില്ല. അവൻ കുറച്ച് മാസം കോമയിലായിരുന്നു. അവന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഡിസംബർ 2019 ഇവൾ ജയിലിൽ പോയത്. ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഭയങ്കര രീതിയിൽ റീച്ച് ചെയ്യാൻ തുടങ്ങി. ഇതുകൊണ്ടൊക്കെ കോടതി ഇവൾക്ക് കൊടുത്തത് 3.5 വർഷം ജയിൽ ശിക്ഷയാണ് കൊടുത്തത്. എന്തായാലും അവൾ ജയിലിൽ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഗെയിമിങ്ങിൻ്റെ. പക്ഷേ വലിയ രീതിയിൽ പച്ചയൊന്നും പിടിച്ചില്ല. ഇപ്പോൾ മാന്യമായി അവൾ ജീവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാം ലൈക്ക് ചെയ്യുക, അല്ലാത്തവരെല്ലാം ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും കുറച്ചും കൂടെ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.